താഴ്ത്തിയിൽ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, സഹായിക്കണം. കർത്താവെ, അങ്ങയുടെ വചനം പ്രസ്താവിക്കാനായിട്ട് കർത്താവെ അടിയന്റെ ശരീരാത്മതകളെ ബലപ്പെടുത്തി ശക്തിയും ഹൃദയത്തിന് ശുദ്ധിയും നൽകും. കർത്താവ് അങ്ങയുടെ ആത്മാവിനാൽ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണം. സ്ഥലങ്ങളിൽ ഇരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനാൽ ഏകീഭവിക്കപ്പെട്ടവരായി ദൈവവചനം കർത്താവെ ധ്യാനിപ്പാനായിട്ട് സഹായിക്കട്ടെ. ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ളതായി വാളിനേക്കാളും തീർച്ചയുള്ള പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേറെ തുളച്ച് ചെല്ലുന്ന ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനം ഈ രാത്രിയില് കർത്താവെ ഞങ്ങൾ കേൾക്കുമ്പോൾ ആരെല്ലാം ഇപ്പോഴെല്ലാം ഇത് കേൾക്കും, അവർക്കെല്ലാം കർത്താവെ സ്വയശോധന ചെയ്യുവാൻ, ദൈവസന്നിധിയില് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ ചെയ്യാനുള്ളവരെ പേരും കുട്ടിവരുത്തിക്കാം. മഹത്വം തിന്മേനെ എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ച് കഴിഞ്ഞു. 3-ാം അധ്യായം പ്രധാനമായിട്ടും നാം ഒരുമിച്ച് ചിന്തിച്ചതുപോലെ അന്ത്യകാലത്തെ കുറിച്ച്, അഥവാ യേശുക്രിസ്തുവിന്റെ കൽവരി ക്രൂശിലെ മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷമുള്ള നാം ഇന്ന് ഇതുവരെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു വിവരണമാണ് അപ്പോസ്തലനായ പൗലോസ് 3-ാം അധ്യായത്തിൽ നൽകുന്നത്. ഇന്ത്യകാലത്ത് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള വഷളത്വവും അതോടനുബന്ധിച്ച് ലോകമയത്വവും മാത്രമല്ല കപടഭക്തിയും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഓർമ്മപ്പെടുത്തി, തീമോഥെയോസിന് മുന്നറിയിപ്പ് നൽകും. എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ചെറുപ്പക്കാരനായ തീമോഥെയോസ് എപ്രകാരം ശുശ്രൂഷ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഇന്ത്യകാലത്ത് എപ്രകാരം ദൈവത്തിന്റെ സഭയെ നയിക്കണം എന്നുള്ളത്, എപ്രകാരം ദൈവകൃപയിൽ ശക്തിപ്പെടണം എന്നുള്ളത്, എന്തെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുകയും അത് സംബന്ധമായ മുന്നറിയിപ്പ് അതിലെ 13 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 14-ാമത്തെ വാക്യം ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്: നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. 2, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ. തിരുവെഴുത്തുകൾക്കുള്ള ഒരു വലിയ ക്വാളിഫിക്കേഷൻ ഹോളി സ്ക്രിപ്റ്റേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് വിശുദ്ധ തിരുവെഴുത്തുകൾ, അവയാണ് നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയാകുന്ന തിരുവെഴുത്തുകൾ. ആ തിരുവെഴുത്തുകൾ നീ ബാല്യം മുതൽ അറിയുന്നതാണ്. അതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. നേരത്തെ ഓർപ്പിച്ചതുപോലെ അന്ത്യകാലത്തെ കുറിച്ചൊരു വിശദമായ വിവരണം നൽകിയ ശേഷം ഈ അന്ത്യകാലത്ത് എങ്ങനെ നിലനിൽക്കണം, എങ്ങനെയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളെ, ആപത്കരമായ സമയങ്ങളെ, ദുരുപദേശങ്ങളെ, മനുഷ്യരുടെ വഷളത്വത്തെ ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ വലിയൊരു രഹസ്യം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തുറന്നു കാട്ടുകയാണ്. ഇതൊരു കീ വേഴ്സ് ആണ് ഈ അധ്യായത്തിലെ ഒരു താക്കോൽ വാക്യമെന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതായത് ഈ അന്ത്യകാലത്ത് നിലനിൽക്കുവാനായിട്ടുള്ള മാർഗം ദൈവവചനത്തിൽ ഉറപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ്. തിരുവെഴുത്തുകളിൽ നിലനിൽക്കുക, ദൈവവചനത്തിലുള്ള ഉറപ്പ് പ്രാപിക്കുക. The only way to face this perilous times, ഈ ദുർഘട സമയങ്ങളെ നേരിടുവാനുള്ള ഏക മാർഗം, you stand firm, you continue in faith in the word of God. ദൈവത്തിന്റെ വചനത്തിൽ
ആ ദൈവവചനത്തിലുള്ള വിശ്വാസത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ നിനക്ക് ഈ അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളെ നേരിടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കും. ദൈവവചനത്തിന്റെ വലിയ പ്രാധാന്യം വിളിച്ചോതുന്ന വാക്യങ്ങളാണ് 14, 15, 16 വാക്യങ്ങൾ. പ്രത്യേകിച്ച് 16-ാമത്തെ വാക്യം എപ്പോഴൊക്കെ ദൈവവചനത്തിന്റെ ദൈവ നിശ്വാസ്യതയെ കുറിച്ച്, അതായത് ഡിവൈൻ ഇൻസ്പിറേഷൻ, ദൈവം തന്നെ തന്റെ ദാസന്മാരിലൂടെ നേരിട്ട് അവരിലൂടെ എഴുതിച്ച, അവരിലൂടെ സംസാരിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ വലിയ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, പ്രാധാന്യത്തെ കുറിച്ച് പിടിച്ചോടുന്നതായിട്ടുള്ള വാക്യങ്ങളാണ് 14 മുതൽ 16, 17 വാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എല്ലാത്തിനും എഴുത്തും അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്നാൽ തീമോഥെയോസിനോട് പറയുകയാണ്, റൈറ്റ് ഫ്രം ഇൻഫൻസി, നീ ചെറുപ്പം മുതൽ, ബാല്യം മുതൽ ഈ തിരുവെഴുത്തുകൾ അറിയുന്ന വ്യക്തിയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ 1ാമത്തെ മിഷണറി യാത്രയിലാണ് തീമോഥെയോസ് രക്ഷിക്കപ്പെട്ടതെന്ന് കരുതുന്നു. 2ാമത്തെ മിഷണറി യാത്രയിലാണ് തീമോഥെയോസിനെ കൂടെ ചേർക്കുന്നത്. ക്രിസ്തുക്കാരനായിരുന്നു തീമോഥെയോസ്. എന്നാൽ തീമോഥെയോസിന് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. തീമോഥെയോസിനെ കുറിച്ച് പറയുന്ന ഒരു വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു. ഈ 2 തീമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം. 4-ാമത്തെ വാക്യം അങ്ങനെയാണ് അവസാനിക്കുന്നത്, നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും നിന്റെ അമ്മ യുനീക്ക്. അപ്പോ ആ ഒരു പാരമ്പര്യം, വിശ്വാസമുള്ള വല്യമ്മച്ചിയും വിശ്വാസമുള്ള അമ്മയും, ഭവനമായിരുന്നു തീമോഥെയോസിന്റെ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത്. ദൈവവചനം പകർന്നു കൊടുത്ത വല്യമ്മച്ചിയും അമ്മയും ഉള്ള പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവര് പഴയ നിയമ തിരുവെഴുത്തുകളെ തീമോഥെയോസിനെ പഠിപ്പിച്ചു. അപ്പൻ ഗ്രീക്കുകാരനായിരുന്നു, യവനനായിരുന്നു. എന്നാൽ അമ്മ വിശ്വാസമുള്ള യഹൂദ സ്ത്രീയുടെ മകനായി, അമ്മ വിശ്വാസമുള്ള യഹൂദ സ്ത്രീ ആയിരുന്നു. അവരുടെ അമ്മയും വിശ്വാസം ഉള്ള സ്ത്രീയായിരുന്നു, ലോബീസ്. അപ്പൊ ലോബീസും യുനീക്കയും തീമോഥെയോസിന്റെ ഏർലി അപ്ബ്രിങ്ങിങ്, തീമോഥെയോസിന്റെ ചെറുപ്പകാല നിർണായക പ്രാധാന്യം, നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണ്. അവര് ചെറുപ്പം മുതൽ തീമോഥെയോസിനെ യഹൂദ പാരമ്പര്യത്തിൽ, അപ്പൻ ജാതീയനായിരുന്നത് കൊണ്ട് ആ ജാതീയ പാരമ്പര്യത്തിൽ വിട്ടുകൊടുക്കാതെ തീമോഥെയോസിനെ യഹൂദ പാരമ്പര്യത്തിൽ, വിശ്വാസത്തിൽ വളർത്തുവാൻ ആ വല്യമ്മച്ചിയും അമ്മയും ശ്രദ്ധിച്ചു. ഇന്നത്തെ നമ്മുടെ കണക്ക് പറഞ്ഞാൽ തീമോഥെയോസിന്റെ അമ്മയുടെ അതൊരു മിശ്ര വിവാഹമാണ്, ഇല്ലേ? അപ്പന് ഗ്രീക്കുകാരൻ, അമ്മ യഹൂദ സ്ത്രീ. അപ്പൻ വിശ്വാസിയായിരുന്നോ ഇല്ലയോ എന്നോ അറിയത്തില്ല. അപ്പൻ പക്ഷെ നേരത്തെ മരിച്ചു കാണും. ഏതായാലും തീമോഥെയോസ് ജനിച്ചപ്പം മുതൽ വല്യമ്മച്ചിയും അമ്മയും തിരുവെഴുത്തുകളെ, പഴയ നിയമ പുസ്തകങ്ങള് പഠിപ്പിച്ചു കൊടുത്ത വല്യമ്മച്ചിയും അമ്മയുമാണ്. നമ്മൾ പറയും ചൊല്ലും ചോറും കൂടെ കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചതായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം, ഭവനമായിരുന്നു മാതാപിതാക്കളുടെ ആ വലിയ ഉത്തരവാദിത്വം അവരെ നിർവഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാല് തീമോഥെയോസിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വഴി നടത്തിയത് അപ്പോസ്തലനായ പൗലോസ്. കാരണം പഴയ നിയമം മാത്രമാണ് അവർക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇത് ആദിമ കാലഘട്ടമാണല്ലോ. ആ കർത്താവ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഒരു 10 or 20 വർഷം പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ അന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ഉപയോഗിച്ചു. എന്നാൽ തീമോഥെയോസിന് വിശ്വാസ സംബന്ധമായ ഒരു അടിത്തറ ഉണ്ടായിരുന്നു. നേരത്തെ വിശുദ്ധ തിരുവെഴുത്തുകൾ, ഹോളി സ്ക്രിപ്ചേഴ്സ്, റൈറ്റ് ഫ്രം ഇൻഫൻസി, ബാല്യം മുതൽ വല്യമ്മച്ചിയും അമ്മയും പഠിപ്പിച്ചത്, വിശ്വാസത്തിലേക്ക് നടത്തിയത്, വഴി നടത്തിയത്, യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത് അപ്പോസ്തലനായ പൗലോസാണ്. മാത്രമല്ല തീമോഥെയോസിനെ മിനിസ്ട്രിയിലേക്ക്, സുവിശേഷ വേലയിലേക്ക് കൊണ്ടുവന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അവന്റെ മേൽ കൈവച്ചത്, അല്ലെ, മൂപ്പന്മാരോട് കൂടെ അവനെ ഓർഡൈൻ ചെയ്തത്, നിയോഗ ശുശ്രൂഷ കൊടുത്തതും അപ്പോസ്തലനായ പൗലോസാണ്. മാത്രമല്ല കൂടെ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ചു.
വിശ്വാസ ഉപദേശങ്ങൾ അവനെ പഠിപ്പിച്ചതും അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ ഭവനത്തിന്റെ വലിയൊരു ഉത്തരവാദിത്വം, യഹൂദ ഭവനങ്ങള് പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വം അവർ പലരും നിറവേറ്റിയിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ സൊദോം ഗൊമോറ നശിപ്പിക്കാനായിട്ട് 2 ദൂതന്മാരും ദൈവവും അബ്രഹാമിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. ദൂതന്മാര് 2 പേരും സോദോമിലേക്ക് പോയി. യഹോവയുടെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ അബ്രഹാം നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് 18-19 എന്താ പറയുന്നത്? വായിച്ച്. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം, ശ്രദ്ധിക്കണം, അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ അവരോട് കൽപ്പിക്കണം. മക്കളോടും തനിക്ക് പിൻപുള്ള തലമുറയുടെ മുമ്പാകെ അബ്രഹാം നീതിയും ന്യായവും പ്രവർത്തിക്കണം, കാണിക്കണം. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് മക്കളെയും പിൻപുള്ള തലമുറയും അബ്രഹാം കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവരെ ദൈവ വഴിയിൽ നടത്തുവാൻ അവരോട് കൽപ്പിക്കേണ്ടതിന് ഞാൻ അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അപ്പൊ അബ്രഹാമിനെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ? അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ദൈവ മുമ്പാകെ നീതിയോടും ന്യായത്തോടും കൂടെ അബ്രഹാം നടക്കണം. അത് തന്റെ മക്കൾക്കും പിമ്പുള്ള തലമുറയ്ക്കും കൊച്ചുമക്കൾക്കും അല്ലേ. യാക്കോബിനും ഏശാവിനും 15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അബ്രഹാം മരിക്കുന്നത്. അബ്രഹാമിന് 175-ാമത്തെ വയസ്സിലാണ് അബ്രഹാം മരിക്കുന്നത്. ഇസാക്കിന് 60 വയസ്സുള്ളപ്പോഴാണ് ഏശാവും യാക്കോവും ജനിക്കുന്നത്. അപ്പൊ 15 വയസ്സ് വരെ യാക്കോബും അബ്രഹാമിന്റെ കൊച്ചുമകനും യാക്കോവും ഏശാവും 15 വയസ്സ് വരെ അബ്രഹാമിനോടുകൂടെ വളർന്നവരാ. അപ്പൊ മക്കളോടും തനിക്ക് പിമ്പുള്ള തലമുറയോടും അവർ ദൈവത്തിന്റെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അബ്രഹാമിനെ അപ്പൊ അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം അതായിരുന്നു. ഇനിയും നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ്. മോശ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് ജനത്തോട് ഈ 10 കൽപ്പനയൊക്കെ നടത്തി തന്റെ വിടവാങ്ങൽ സന്ദേശം നൽകുന്ന ആവർത്തന പുസ്തകത്തില് മോശ എപ്രകാരമാണ് പറയുന്നത്? ആവർത്തന പുസ്തകം 4-ന്റെ 9-ഉം 10-ഉം. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും. അപ്പൊ ഈ 40 വർഷം ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ, മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ 10 പാതകളും അവസാനത്തെ പാതയുടെ കടിഞ്ഞൂൽ സംഹാരത്തിന്റെ ഒടുവിൽ അവിടുന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ 2ആയി വിഭാഗിക്കപ്പെട്ട് ഉണങ്ങിയ നിലത്തൂടെ ഇക്കരെ കയറി 40 വർഷം സ്വർഗത്തിൽ നിന്നുള്ള മന്ന കൊണ്ട് അവരെ പോഷിപ്പിച്ച് പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത് കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി തീർത്ത് രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭത്തിന്റെ കീഴിൽ നടന്ന് അവരുടെ കാലിലെ ചെരുപ്പ് തേയാതെ വസ്ത്രം ജീർണിച്ചു പോകാതെ ഒരു ശക്തിമാന്മാരുടെ അപ്പം തിന്ന് ഈ 40 വർഷം നീ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോകരുത്. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ മറന്നു പോകരുത്. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അവയെ ഉപദേശിക്കണം. അതാണ് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇന്നത്തെ കാലത്ത് കുടുംബങ്ങൾ തകരുന്നതിന്റെ പ്രധാന കാരണം ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് മക്കളോടും കൊച്ചുമക്കളോടും പറയുവാൻ പരാജയപ്പെടുന്ന മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും. അതാണ് കുടുംബങ്ങളുടെ പരാജയം എന്ന് പറയുന്നത്. ഇത് തന്നെ 78-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. 78-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ വ്യക്തമായ കൽപ്പനയാണ്. ഇത് മക്കളോടും കൊച്ചുമക്കളോടും വരുവാനുള്ള തലമുറ എങ്കിൽ ഇത് തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഇതൊരു ദീപശിഖ, ഒരു ബാറ്റണാണ്. ഇത് കൈമാറണം. 78-ാം സങ്കീർത്തനത്തിന്റെ
ഒന്നും രണ്ടും മൂന്നും മൂന്നാല് വാക്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 2-3 വാക്യം നമുക്ക് വായിക്കാം. എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എന്റെ വായ്മൊഴികൾ നിങ്ങളുടെ ചെവി ചായ്പീൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ഞാനൊരു ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും. പുരാതന കടങ്കഥകളെ ഞാൻ പറയും. പുരാതന കഥകളെ, കടങ്കഥകൾ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും പുരാതന കഥകൾ, ദൈവം നടത്തിയ കഴിഞ്ഞ കാലത്തെ ദ സ്റ്റോറീസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഗോഡ്സ് ലീഡിങ്, ദൈവം നടത്തിയ ദൈവ കൃപയുടെ വഴികളെ കുറിച്ച്, ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കുറിച്ച് ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞു. സങ്കീർത്തനക്കാരൻ പറയാം, നമ്മൾ അത് കേട്ടറിഞ്ഞു. ആരുടെ ഇന്നാ? നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നാം അത് കേട്ടറിഞ്ഞു. വായിച്ചാൽ നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ, നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കരുത്. പണ്ട് നടത്തിയ വിധങ്ങളെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. ഇതിനു വേണ്ടിയാ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം ഒരു കുടുംബത്തെ, ഒരു ഫാമിലിയെ തെരഞ്ഞെടുക്കുമ്പോൾ അബ്രഹാമിനെ ഒരു കുടുംബമായി വിളിച്ചു വേർതിരിച്ചപ്പോൾ, അബ്രഹാമിൽ നിന്ന് വലിയൊരു ജനതയെ ഉളവാക്കിയപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ നടത്തിപ്പ് അനന്തര തലമുറകളോട് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്. നാം അതിൽ പരാജയപ്പെടുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നാം നമ്മുടെ തലമുറയോട് ദ്രോഹം ചെയ്യുക അല്ലേ? സമൂഹം നശിക്കുന്നതിന്റെ കാരണം, പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം ഇല്ലാതായി പോയതിന്റെ കാരണം അവരൊത്തിരി സ്വാതന്ത്ര്യം മക്കൾക്ക് അനുഭവിച്ചു. അവർക്ക് വേണേ വിശ്വസിക്കട്ടെ, അവർ മനസ്സിലാക്കി വിശ്വസിക്കട്ടെ എന്ന് ചിന്തിച്ചു. പക്ഷെ ദൈവവചനം പറയുന്നത്, ഇത് നീ പറഞ്ഞ് കൊടുക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് അടുത്തിരുത്തി പറയണം. വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും ജോലി അതായിരിക്കണം. കൊച്ചുമക്കളെ വിളിച്ച് പറയണം, കുഞ്ഞെ പണ്ട് ഈ വലിയ മൊസൈക്ക് ഇട്ടത് അറിയോ, അല്ലെ ഗ്രാനൈറ്റ് ഇട്ടതോ ടൈൽസ് ഇട്ടോ വീടുകളൊന്നും ഇല്ലായിരുന്നു. ഒരു കുറിയാണ്ടിന് വേറൊരു കുറിയാണ്ട് ഉടുക്കാൻ എടുക്കാൻ ഇല്ലായിരുന്നു. 4 കീറോ ഓലപ്പരയ്ക്കകത്താ കഴിഞ്ഞത്. അന്ന് ടാപ്പ് തിരിച്ചാ വെള്ളം വരുന്ന പൈപ്പോ അല്ലെങ്കിൽ മൊബൈലോ ടിവിയോ രാത്രി മണ്ണെണ്ണ വിളക്ക് പോലും ശരിക്കില്ലാത്ത കാലം ഉണ്ടായിരുന്നു. ദൈവം നടത്തി. ചാണകം മെഴുകിയ തറയിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടി എന്ന് വല്യപ്പച്ചനും വല്യമ്മച്ചിയും മക്കളോട് പറയണം. ദൈവം അത്ര അത്ഭുതകരമായിട്ട് നടത്തി. ഇന്ന് അമേരിക്കയിലും ഗൾഫിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പോയി വലിയ ലക്ഷറി കാറുകളിൽ നടക്കുമ്പോൾ, വലിയ ലക്ഷൂറിയസ് വീടുകളിൽ നടക്കുമ്പോൾ, വലിയ ആഡംബര വിവാഹങ്ങൾ നടത്തുമ്പോൾ, ഭക്ഷണങ്ങൾ നടക്കുമ്പോൾ, ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച്, ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ഓർപ്പിക്കേണ്ട ഉത്തരവാദിത്വം വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും അതുപോലെ മാതാപിതാക്കൾക്കും ഉള്ളത്. അത് ചെയ്യാതിരുന്നാൽ അനന്തര തലമുറ ദൈവത്തിൽ നിന്ന് അബ്രഹാമിനെ തെരഞ്ഞെടുത്ത അതിനാ. യാക്കോബിനോടും മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നപ്പം വ്യക്തമായ കൽപ്പന കൊടുത്തു, മക്കളോടും കൊച്ചുമക്കളോടും അവയെ ഉപദേശിക്കണം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം എഴുതും, പറയുക, ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങള് കേട്ടറിഞ്ഞു. പുരാതന കഥകളെ അവർ ഞങ്ങളോട് പറഞ്ഞു. എന്തിനാ? ഞങ്ങളെ ഞങ്ങളുടെ മക്കളോടും വരുവാനുള്ള തലമുറയോടും അത് പറയേണ്ടതിന് വേണ്ടി. പ്രിയമുള്ളവരെ, ദൈവവചനം കൊടുത്തില്ലെങ്കിൽ സമൂഹം നശിക്കും, തലമുറ നശിക്കും. ഈ തീമോഥെയോസിന്റെ ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതാണ്. തീമോഥെയോസിനെ എപ്പോഴും ഓർപ്പിക്കുന്നതാണ്. ഞാൻ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇവിടെയും പറയുന്നു, തിരുവെഴുത്തിൽ നിലനിൽക്കാം. 4-ാം അധ്യായത്തിൽ പറയുന്നു, വചനം പ്രസംഗിക്കാം. സമയത്തും അസമയത്തും ഒരു ദൈവവചനമാണ് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്, ജീവിതത്തെ നിലനിർത്തുന്നത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തെന്നാ പറഞ്ഞത്. It makes you wise. The word of God make you wise for salvation. രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു ജ്ഞാനം വേണം അല്ലേ? സാധാരണ ബുദ്ധി കൊണ്ട് മനുഷ്യനെ ചന്ദ്രനെ വിടാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലും അവൻ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടാനുള്ള ഒരു ജ്ഞാനം ദൈവം കൊടുക്കണം. അത് ദൈവവചനത്തിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. ആ തിരുവെഴുത്തുകൾ ചെറുപ്രായത്തിലേക്ക് കൊടുത്താൽ സമൂഹം നല്ലതാകും. എന്താണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്? തിരുവെഴുത്തെന്ന് പറയുന്നത് എന്താ? തിരുവെഴുത്തൊന്നും സ്വയമായിട്ട് വന്നതല്ല എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ
വന്നതല്ല, പിന്നെ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്. ദൈവകൽപ്പനയാൽ, ബിക്കോസ് ഓഫ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്, men were taken as if they were carried by the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരെ എടുത്തോണ്ട് പോയി എഴുതിച്ചതാ ഈ ദൈവവചനം, അല്ലേ? 34-ാം സങ്കീർത്തനമൊക്കെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരുന്നാണ് ദാവീദ് എഴുതുന്നതെന്നാ പറയുന്നത്, അല്ലെ? അതുല്ലാം ഗുഹയിൽ ഇരുന്നായിരിക്കും എഴുതിയത്. ഗത്ത് രാജാവായ ആഗീസിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയപ്പം അവിടെ വെച്ച് എഴുതിയ 34-ാം സങ്കീർത്തനം. ആടിനെ തീറ്റിക്കൊണ്ടിരുന്നപ്പം എഴുതിയതുണ്ട്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ആസാഫിന്റെ സങ്കീർത്തനങ്ങളുണ്ട്. ഇരമ്യാവിനെ കാവൽപ്പര മുറ്റത്ത് അടച്ചിട്ടപ്പോൾ അവിടെ ഇരുന്ന് എഴുതിയതുണ്ടായിരിക്കും. ഇരമ്യാവിനോട് പറയുന്നുണ്ട്, നീ എഴുതുക. തെരിക്കോണുകളിൽ നിന്ന് പ്രസംഗിച്ചതുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് പലതും കാരാഗ്രഹത്തിൽ നിന്നാ. പക്ഷേ ഈ കാരാഗ്രഹത്തിലും ഈ ഗുഹയ്ക്കുള്ളിലും തെരിക്കോണുകളിൽ നിന്നപ്പോഴും രാജസിംഹാസനത്തിൽ ഇരുന്നപ്പോഴും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരെ നയിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ എഴുതുവാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണെന്നാണ് നാം വായിക്കുന്നത്. അതിനെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. എന്നാല് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. എന്താ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്? വചനം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ശബ്ദമാണ്, അല്ലേ? വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശബ്ദം. ആ ശബ്ദത്തെ കുറിച്ചാണ് യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ ഒരു നിർവചനമാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. 55-ന്റെ 11, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അപ്പോ ദൈവവചനം പുറപ്പെടുന്ന എവിടുന്ന? ദൈവത്തിന്റെ വായിൽ നിന്ന്. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം നിവർത്തിക്കും. വെറുതെ ഒരു വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ ഇറ്റ് വിൽ നോട്ട് കം ബാക്ക് ടു ഗോഡ് ആസ് എംപ്റ്റി. കാര്യം നിവർത്തിക്കാതെ ഒരിക്കലും അത് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം എടുത്താൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആദ്യം സൃഷ്ടിച്ചത് എന്താ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പൊ എന്തുണ്ടായി? വെളിച്ചം ഉണ്ടായി. പിന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ചു. സസ്യലതാദികളെ സൃഷ്ടിച്ചു, അല്ലെ? മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സൃഷ്ടിച്ചു. ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിലൊക്കെയും ദൈവത്തിന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടപ്പോൾ ആ ശബ്ദം എന്തിനു വേണ്ടിയാണോ പുറപ്പെട്ടത് അതെല്ലാം തന്നെ സൃഷ്ടിച്ച് എടുത്തു. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത്. The word that proceeds from the mouth of God accomplishes the purpose for which it is sent എന്നാണ്. ഏത് കാര്യത്തിനാണോ ആ വചനം, ആ ശബ്ദം അയക്കുന്നത്, ആ ശബ്ദം ആ കാര്യം പോയി സൃഷ്ടിക്കുകയോ നിർമ്മിക്കുകയോ നിവർത്തിക്കുകയോ ചെയ്തിട്ട് മാത്രമേ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം. ആ ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് 29-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, അല്ലെ? 29-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലുരിക്കുന്നു. ആ ശബ്ദം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അത് എന്തെല്ലാം കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. ആ വചനം അതിവേഗം ഓടുന്നെന്നാണ് നാം വായിക്കുന്നത്, അല്ലെ? സങ്കീർത്തനത്തിൽ പറയുന്നു അവന്റെ വചനം അതിവേഗം ഓടുന്നു. മാത്രമല്ല ആ വചനമാണ് സൗഖ്യമാക്കുന്നത്. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയുടെ മുന്നേ പോയി നിന്നപ്പം മാർത്ത പറഞ്ഞു, കർത്താവെ തുറക്കണ്ട, 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുക, ഭയങ്കര നാറ്റമായി, ഇനി തുറക്കണ്ടെന്ന്. കർത്താവ് എന്താ പറഞ്ഞു? നിങ്ങൾ കല്ല് മാറ്റാൻ പറഞ്ഞു. കല്ല് മാറ്റാൻ പറഞ്ഞിട്ട് കർത്താവ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഉറക്കെ വിളിച്ചെന്നാ പറയുന്നത്. എന്താ പറഞ്ഞ്? ലാസറേ പുറത്തു വരിക.
അപ്പൊ മരിച്ച നാറ്റം വെച്ച് 4 ദിവസമായ ജീർണിച്ച ശരീരത്തിന്റെ ഉള്ളിലേക്ക് കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അകത്ത് ചെന്ന് ലാസറിനെ ജീവനുള്ള ദേഹിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. ആ കല്ല് വേണേ മാറ്റേണ്ടത്, കല്ല് മാറിപ്പോട്ടെ എന്ന് കർത്താവിന് പറയാമായിരുന്നല്ലോ, പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? കല്ല് നമ്മള് വിശ്വാസത്താൽ മാറ്റണം. ലാസർ പുറത്തു വന്നപ്പോഴും കെട്ടഴിക്കാൻ പറഞ്ഞല്ലേ, കെട്ട് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞായിരുന്നല്ലേ, മാറി പോമായിരുന്നു. എന്നാൽ അതൊക്കെ മനുഷ്യനെ കൂടെ ദൈവം അതിൻ്റെ അകത്തെല്ലാം ഉൾക്കൊള്ളിക്കുക, ഇൻവോൾവ് ചെയ്യിക്കുക, പോട്ടെ. എന്നാൽ കർത്താവിന്റെ വായിൽ നിന്ന് ആ വചനം പുറപ്പെട്ടപ്പോൾ അത് ലാസറിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെന്നു, ജീവനുള്ളവനായിട്ട് മടക്കിക്കൊണ്ടു. അതേ വചനം കർത്താവ് പടകിൽ തല വെച്ച് കിടന്ന് ഉറങ്ങുക, കാറ്റും കോളും ഉണ്ടായി. ശിഷ്യന്മാര് ഭ്രമിച്ചു, കർത്താവ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. കർത്താവ് എന്തോ എടുത്തു, എഴുന്നേറ്റ് കൈ വീശിക്കൊണ്ട് കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞു. ഇല്ല. തിരമാലകളെ അടിച്ചിട്ട് ശാന്തമാകാൻ പറഞ്ഞോ? ഇല്ല. കർത്താവ് പറഞ്ഞു, കാറ്റെ അടങ്ങുക, കടലെ. അവന്റെ വായിൽ നിന്ന് ആ വചനം പുറപ്പെട്ടപ്പോൾ അത് കാറ്റിനെ അടക്കി കടലിനെ ശാന്തമാക്കി. പ്രിയമുള്ളവരെ, ആ വചനമാണ് നമുക്ക് എഴുതപ്പെട്ട് തന്നിരിക്കുന്നത്. ആ വചനം നാം വിശ്വസിച്ചെങ്കിലേ അത് നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കത്തുള്ളൂ. ആ വചനം നമ്മോട് പറയുകയാണ്, നാം വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുമ്പോൾ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ. അതാ ലാസറിനെ ഉയർപ്പിച്ച ദൈവവചനം, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവവചനം എന്നോട് നിങ്ങളോടും ഈ രാത്രി പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകയില്ല, നദി നിന്റെ മേൽ കവിയുകയില്ല, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇതുകൊണ്ടാണ് ഈ ദൈവം അതിനെ വായിക്കണമെന്ന് പറയും. ആ വചനം 2000 വർഷത്തിനപ്പുറത്ത് എഴുതിയാലും 4000 വർഷത്തിനപ്പുറം എഴുതിയാലും ഇന്ന് ഞാനും നിങ്ങളും വായിക്കുമ്പോൾ ആ ദൈവവചനം ഇന്ന് എന്നോടും നിങ്ങളോടും സംസാരിക്കും. എൻ്റെ വേദനയുടെ മധ്യത്തിൽ, എൻ്റെ നിരാശയുടെ മധ്യത്തിൽ, എൻ്റെ ദുഃഖത്തിന്റെ മധ്യത്തിൽ എനിക്കൊന്നും കഴിയത്തില്ല, ഒന്നും നടക്കുന്നില്ലെന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ ദൈവവചനം എടുത്താൽ അനേകരെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന്റെ വചനം. പ്രിയമുള്ളവരെ, ആ വചനമാണ് നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നത്. ആ വചനത്തെ നമ്മൾ എപ്രകാരം സമീപിക്കണം? രക്ഷയ്ക്ക് എങ്ങനെയാ ജ്ഞാനിയാകുന്നത്? ഹൗ ക്യാൻ ദ വേർഡ് ഓഫ് ഗോഡ് മേക്ക് us wise for salvation? എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നത്? ഒന്നാമത്, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടുകൂടെ ദൈവവചനത്തെ സമീപിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ ചന്ദ്രന് വിടാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലും അവന് രക്ഷിക്കപ്പെടാനുള്ള ജ്ഞാനം ഇല്ലായിരിക്കും. അവന് 10,000 PhD എടുത്താലും രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. ചിലർക്ക് ഈ രക്ഷയ്ക്കായിട്ട് ഈ ദൈവവചനം കൈക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. എബ്രായ ലേഖനം 4:1-2 വായിച്ചാൽ ദൈവവചനം എങ്ങനെയാണ് മനുഷ്യന് ഉപകാരമായി വരുന്നതെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 4:1-2. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ. എബ്രായ ലേഖന കർത്താവ് യഹൂദ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ. വാഗ്ദത്തം ഉണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അവരെ പോലെ, അതായത് വചനം കേട്ടവരുടെ കാര്യം നേരത്തെ പറയുന്നുണ്ട്. അവര് മെരീബായിലും മസായിലും ഒക്കെ ഹൃദയം കഠിനമാക്കിയവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം, ഗുഡ് ന്യൂസ് അഥവാ ഗോസ്പൽ, സദ്വർത്തമാനം, നല്ല വർത്തമാനം നാമും കേട്ടവരാകുന്നു. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നു. ആർക്കാ ഇത് നന്മയ്ക്കായിട്ട് തീരുന്നു? ഉപകാരമായിട്ട് ഗുണം വരുന്ന ആർക്കാ? കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിക്കും. It did not mix with faith or it did not united with faith. വചനം കേട്ടാൽ ഇത് ദൈവത്തിന്റെ വചനമാ, ഇത് വിശ്വസിപ്പാനുള്ളതാണ്, വിശ്വസിക്കത്തക്കതാണെന്ന് ഹൃദയത്തിൽ കരുതിയെങ്കിൽ മാത്രമേ. അപ്പൊ വചനത്തെ സമീപിക്കുമ്പോൾ വളരെ ഭയത്തോടെ സമീപിക്കും. ദൈവം നമ്മോട് സംസാരിക്കുക, അല്ലേ? എബ്രായ ലേഖനം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ.
ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പണ്ട് കുറച്ചായിട്ട് ഭാഗമായിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. എന്നാൽ ഈ അന്ത്യകാലത്ത് ഗോഡ് സെൻഡ് ഹിസ് സൺ, ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ നമ്മോട് സംസാരിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാ? ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയ പോലെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവം സംസാരിച്ച വചനം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് ഉരുവിട്ട ആ വചനം അല്ലേ? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച വചനം, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച വചനം, നിർമ്മിച്ച വചനം, ആ വചനം ആദി തൊട്ടേ ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. പിന്നെ നാം വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ. അപ്പൊ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വചനം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വചനം, അത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വചനം ഭൂമിയിൽ വന്ന് ജഡം ധരിച്ചു. അതാരായി തീർന്നു? അതാണ് കർത്താവായ യേശുക്രിസ്തു. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. ഇസ്രായേൽ മക്കളോട് ദൈവം സംസാരിച്ചായിട്ടുള്ള വചനം ഞാൻ മറ്റൊരു ഭാഗം കൂടെ ചൂണ്ടിക്കാണിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തില് മോശ ഇസ്രായേൽ മക്കൾക്ക് ദൈവം 10 കൽപ്പന കൊടുത്ത ആ സംഭവം വിവരിച്ചു പറയുന്നു. അത് പുറപ്പാട് പുസ്തകം 19-ഉം 20-ഉം അധ്യായങ്ങളിലാണ് നാം കാണുന്നതെങ്കിലും അത് മോശ ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. മോശ 10-ാമത്തെ വാക്യം, 4:10 മോശ പറയുകയാണ്, വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. ജനത്തെ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാ? ഞാൻ അവരോട് പറയാൻ പോവാ, ഞാൻ അവരോട് സംസാരിക്കാൻ പോവാ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തില് മോശയോട് പറയുന്നുണ്ട്, നീ എന്നവരോട് പറയണം, ഞാൻ അവരോട് സംസാരിക്കാൻ ഒരുക്കമാണ്, പക്ഷെ അവരനുസരിക്കുന്നെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം. അപ്പോ മോശ എന്ത് ജനത്തോട് പറഞ്ഞു? ജനം പറഞ്ഞു, ഞങ്ങള് അനുസരിക്കാമെന്ന് പറഞ്ഞു. അനുസരിക്കാമെന്ന് പറഞ്ഞപ്പോ ദൈവം സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ജനത്തെ വിളിച്ചു കൂട്ടണം, 3 ദിവസം അവരെ ശുദ്ധീകരിക്കണം, ഒരു മൃഗം പോലും പർവ്വതത്തിന് തൊടരുത്, പർവ്വതത്തിന്റെ അടിവാരത്ത് അവര് ദൂരെ നിൽക്കണം, നീ കയറി വരണം, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കും. അതായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. ഈ 10 കൽപ്പനകൾ ആദ്യമായിട്ട് കൊടുക്കുക. അങ്ങനെ ലോകത്തിൽ യാതൊരു ജാതിക്കും ദൈവം ചെയ്തിട്ടില്ല. 147-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ നോക്കിയാൽ, 147-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ നോക്കിയാൽ, അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവന്റെ വിധികളെ അവർ അറിഞ്ഞു. ദൈവം ഇസ്രായേൽ മക്കളോട് മാത്രമാണ് തുടക്കത്തിൽ സംസാരിച്ചത്. അതിനുവേണ്ടി അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന്, അല്ലേ, 3 മാസം ആകുമ്പോഴത്തേക്കും ഹോരേബിലെത്തിയപ്പോ അവരോട് സംസാരിക്കുക, ജനത്തെ വിളിച്ചു കൂട്ടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് വിളിച്ചു കൂട്ടിയപ്പം പറയുകയാണ്, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അതാണ് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ നടുവിലത്തെ ഭാഗം. ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. ജനത്തെ കേൾപ്പിക്കുമെന്ന, മോശയെ കേൾപ്പിക്കുമെന്നല്ല, ജനത്തെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളൊക്കെ എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് കൽപ്പിച്ചുവല്ലോ. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. ദൈവം സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് വന്ന് നിന്നു. അന്ധകാരവും മേഘവും കൂരിലും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശ മധ്യത്തോളം തീ കാളി കത്തിക്കൊണ്ടിരുന്നു. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്തു,
നിങ്ങൾ വാക്കുകളുടെ ശബ്ദം മാത്രം കേട്ടതല്ല, ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ല, അത് രൂപമൊന്നും കണ്ടില്ല. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തന്റെ നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പലകയിൽ. അപ്പൊ 10 കൽപ്പന എങ്ങനെയാ കൊടുത്തേ? എഴുതി കൊടുത്തു വിടുക മാത്രമല്ല, നേരിട്ട് അവരെ കേൾപ്പിച്ചു. ദിസ് ഈസ് മൈ വിൽ, ഇതാണ് എന്റെ കൽപ്പന, ഇതാണ് എന്റെ ഇഷ്ടം. ഒന്നാമത്തെ കൽപ്പന എന്താ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും യാതൊന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. അവര് പെട്ടെന്ന് തന്നെ ആ കൽപ്പന ലംഘിച്ചു. മോശയെ കാണാതെ വന്നപ്പോഴേ കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കണം. നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ല, അത് രൂപമൊന്നും കണ്ടില്ല. അത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ദൈവത്തിന്റെ ശബ്ദമാണ് ഇസ്രായേൽ മക്കൾ കേട്ടത്. രൂപമൊന്നും, ഒരു രൂപയിലും കണ്ടായിരുന്നു ആ രൂപം അവരുണ്ടാക്കി വെച്ച് ആരാധിച്ചിരുന്നു. യാതൊരു രൂപവും മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിലെങ്കിലും യാതൊരു രൂപവും ഉണ്ടാക്കരുതെന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ആ ശബ്ദം മാത്രം, വചനമായ ദൈവത്തെ അവർ കേട്ടു. അത് ഭൂമിയിൽ മറ്റൊരു ജാതിക്കും ഉണ്ടായില്ല. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം എന്തെടുത്തു? ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ വചനമായ ആ ശബ്ദം ജഡം ധരിച്ചു, ഒരു ശരീരത്തിലൂടെ വന്ന് അവരോട് സംസാരിച്ചു. അപ്പൊ ദൈവത്തെ കുറിച്ച് നമുക്ക് ഉള്ള ധാരണ എന്താ? ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ജീവന്റെ വചനമായി യേശു ക്രിസ്തു എന്ന് നാം പറയുന്നു. ജീവന്റെ വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന് നമ്മോട് പറയാനുള്ളതെല്ലാം തന്റെ പുത്രനിലൂടെ പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൈനൽ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അവസാന വാക്കെന്ന് പറയുന്ന ആരാ? കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഇവിടെ 33.5 കൊല്ലം താമസിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു. കൂടാതെ താൻ മരിച്ചടക്കപ്പെട്ട ശേഷം, ഉയർത്തെഴുന്നേറ്റ ശേഷം അതെന്താണെന്ന് ദൈവം തന്റെ അപ്പോസ്തലന്മാരിലൂടെ നമ്മോട് സംസാരിച്ചു. അതുകൊണ്ടാണ് ഇത് തിരുവെഴുത്തെന്ന് പറയുന്നത്, വിശുദ്ധ തിരുവെഴുത്ത. ദൈവം സംസാരിച്ച വചനങ്ങൾ. നമ്മളെ പള്ളിയിലൊക്കെ സുവിശേഷം വായിക്കുമ്പോൾ മാത്രം എഴുന്നേറ്റ് നിൽക്കത്തുള്ളൂ അല്ലേ? പക്ഷെ എല്ലാ തിരുവെഴുത്തും, ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ത്. സുവിശേഷം മാത്രമല്ല, എല്ലാം കർത്താവ് അരുളി ചെയ്തതാണ്. അപ്പോ ആ ശബ്ദം അത് രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദമാണ്. ആ ശബ്ദം വെറുതെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകത്തില്ല. അപ്പൊ ആ ശബ്ദമാണ്. അപ്പൊ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തോ വേണം? യഥാർത്ഥത്തിൽ അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ഇസ്രായേൽ മക്കളോട് സംസാരിച്ച പോലെ ദൈവം ഇപ്പൊ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങി വന്ന് ആകാശം മുട്ട തീ കാളി കത്തിക്കൊണ്ട് അങ്ങനെ ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നില്ല. കാരണം ദൈവം തനിക്ക് സംസാരിക്കാനുള്ളതെല്ലാം ഈ വചനത്തില് നമുക്ക് തന്നിട്ടുണ്ട്. അന്ന് 10 കൽപ്പനകൾ 2 കൽപ്പലകയിൽ എഴുതി അവർക്ക് കൊടുത്തെങ്കിൽ ഇന്ന് സംസാരിക്കാനുള്ളതെല്ലാം ഈ 66 പുസ്തകങ്ങളിലൂടെ നൂറ്റാണ്ടുകളായി അനേകര് നശിപ്പിക്കാൻ നോക്കിയിട്ടും ഇന്നും നിലനിൽക്കുന്ന ഈ വചനങ്ങൾ നശിപ്പിക്കാൻ നോക്കിയവരൊക്കെ നശിച്ചു പോയതല്ലാതെ ഈ വചനം നശിച്ചു പോയിട്ട്. ഇത് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൊടുക്കണം. അവരെ ഇത് പാലിക്കണം, അവരിത് അനുസരിക്കണം, അവരെ രക്ഷയ്ക്ക് ഉള്ള ബുദ്ധി അവർക്ക് കിട്ടണം. എങ്ങനെ രക്ഷയ്ക്കുള്ള? ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് വിശ്വാസത്തോടെ നാം അത് പ്രാപിക്കും. ഒന്നാമത്തെ കാര്യം, ദൈവവചനം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ ദൈവവചനം എങ്ങനെ കൈക്കൊള്ളണം എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 21, 22, 23 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 1. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളി. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ ദൈവത്തിന്റെ വചനം
സൗമ്യതയോട്. അപ്പൊ ദൈവവചനം കേൾക്കുമ്പോ എന്തോ വേണം? സൗമ്യത വേണം, അല്ലേ? സൗമ്യത ഇല്ലാതെ ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് പറ്റും. ഇന്ന് നാം പലരോടും സുവിശേഷം പറയുമ്പോൾ അവർക്കത് കേൾക്കാനുള്ള ഒരു സൗമ്യത ഇല്ല. അവര് സൗമ്യതയോടെ അത് കേൾക്കുന്നില്ല. അവര് പറയും, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നില്ലേ, അല്ലയോ? ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വചനം ഞങ്ങൾ എന്തിനാ കേൾക്കുന്നത്? ഇത് നിങ്ങളുടെ വിശ്വാസമാണ്, അത് നിങ്ങൾ എടുത്തു. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളും എടുത്തോളാം. നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വരണ്ട. ഇത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അത് ഇപ്രകാരമാണ്. അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട് സംസാരിക്കുക. മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഫറവോനോട് എന്ന് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പറയുന്നു, എന്റെ ജനത്തെ നീ വിട്ടയക്കണം, അവർ മരുഭൂമിയിൽ എന്നെ ആരാധിക്കാനായിട്ട് വിട്ടയക്കണമെന്ന് പറഞ്ഞു. അതിന് ഫറവോൻ പറഞ്ഞ മറുപടി എന്താ? അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. ഇത് തന്നെയാ പലരും പറയുന്നത്. ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആരാ? അവൻ പറഞ്ഞ ഞാൻ എന്തിനാ കേൾക്കുന്നത്? നിങ്ങളുടെ ദൈവം പറയുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നത്? ഞങ്ങളുടെ ദൈവം പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന്, അത് ഞാൻ കേട്ടോളാം. ഇവിടെയാണ് ദൈവത്തിന്റെ വചനം പലയിടത്തും ചെല്ലുമ്പോഴും സൗമ്യതയില്ലാത്ത, താഴ്മയില്ലാത്ത ആളുകൾ. യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. ഞാൻ ആരെ കടാക്ഷിക്കും? അരിഷ്ടനും മനസ്സ് തകർന്നവനും. യെശയ്യാപ്രവചനം 62-ാം അധ്യായമായി ഒന്നെടുത്താട്ടെ. യെശയ്യാപ്രവചനം 66-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെ ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷി. സർവത്തെയും സൃഷ്ടിച്ച ദൈവം പറയുകയാണ്, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. താഴോട്ട് വരുമ്പം 5-ാമത്തെ വാക്യം, യഹോവയുടെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ അവന്റെ സന്നിധിയിൽ. ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ഭയമില്ല. ഇന്ന് വേണേ എടുക്കാം, വേണ്ട ഒത്താല് അനുസരിക്കാം. ഇപ്പൊ മറ്റ് മതവിശ്വാസികൾ പറയും, നിങ്ങളുടെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ, നിങ്ങളുടെ ദൈവം പറയുന്ന കേൾക്കാൻ ഞങ്ങൾക്ക് എന്നാ കാര്യം? നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്, അവര് പറയുന്നൊക്കെ ഞങ്ങള് കേട്ടോളാമെന്ന് അവര് പറയും. പക്ഷേ വിശ്വാസികൾ എന്ന് പറയുന്ന, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഇന്ന് എന്തോ പറയുന്നു, ഈ പറയുന്നെല്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? വേദോസത്തിൽ പറയുന്ന പോലെ അല്ല ഇപ്പൊ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോഴും പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, കർത്താവിനെ പോലെ അങ്ങ് ജീവിക്കാൻ പറ്റും. ഇത് മനുഷ്യരാ, നമ്മൾ ഈ ലോകത്തില്ല, ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അനുസരിക്കാൻ കൊള്ളാവുന്നത് അല്ല. ഇതൊന്നും അനുസരിച്ചിട്ട് വലിയ കാര്യമില്ല. പിന്നെ ഇത് എപ്പോഴാ? പള്ളി ചെല്ലുമ്പോഴും കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോഴും അല്ലെ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ കൊള്ളാം. ഇത് അനുസരിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ, അതാ സൗമ്യത ഇല്ലാതെ ദൈവവചനം കൈക്കൊള്ളും. സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഒന്നാമത് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. ഇത് വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ ഇത് സൗമ്യതയോടെ കൈക്കൊള്ളണം. അവന്റെ വചനത്തെങ്കിൽ വിറയ്ക്കണം. അത് വിശ്വാസികൾ പോലും ഇന്ന് ദൈവവചനം കൈക്കൊള്ളുന്നത് ലാഘവത്തോടെ. കുറച്ചൊക്കെ അനുസരിക്കാം, വേണ്ടതൊക്കെ എടുക്കാം, അല്ലാത്തൊക്കെ വിട്ടുകളയാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നു, ആകയാൽ എല്ലാ ദുഷ്ടതയും, 21-ാം വാക്യം,
ആകയാൽ എല്ലാ ദുഷ്ടതയും എല്ലാ അഴുക്കും ആധിക്യവും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് ആത്മാക്കളെ രക്ഷിപ്പാൻ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം. അപ്പൊ ആദ്യം വചനം കൈക്കൊള്ളണേൽ എന്തോ വേണം? എല്ലാ അഴുക്കും വിട്ട് കളയണം. ദുഷ്ടതയുടെ ആധിക്യം, ഇതേ വാക്യം തന്നെ 1 പത്രോസ് 2:1 വായിച്ചാട്ട്. അവിടെയും 1-ാം അധ്യായത്തിൽ വചനത്തെ കുറിച്ച് പറഞ്ഞിട്ടാ പറയുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നത് അല്ലേ ആയ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ശേഷം, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും കപടഭക്തിയും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഒത്തിരി ദുഷ്ടതയൊന്നും മനസ്സിലില്ലെങ്കിൽ ഇച്ചിരി അസൂയ മനസ്സിലുണ്ട്. വചനം കേട്ടാൽ ഗുണം വരുമോ? വരത്തില്ല. ഇച്ചിരി പക മനസ്സിൽ വെച്ചിട്ടുണ്ട്, വചനം കൊണ്ട് ഒരു നന്മയും വരത്തില്ല. ഇത് മുള്ളിനിടെ വീണ വിത്ത് പോലെ അങ്ങ് ഞെരുക്കിക്കളയും. ലോകത്തിന്റെ മോഹവും ധനമോഹവും ലോകത്തിന്റെ ചിന്തകളും ഭോഗേച്ഛകളും ഒക്കെ ഈ വചനത്തെ ഞെരുക്കി കളയും. അപ്പോ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അതിനൊരു താഴ്മ വേണം, ഒരു മനസ്സ് നുറുക്കം വേണം, അല്ലേ? അപ്പൊ ഹൃദയം എല്ലാ ദുഷ്ടതയും ചതിവും അഴുക്കും അസൂയയും പകയും ഒക്കെ നീക്കിക്കളഞ്ഞിട്ട് വേണം. അല്ലെ അതിന്റെ ഇടയ്ക്കോട്ട് വചനം കൊണ്ടിട്ടാ എന്തോ പറ്റും? വലിയ പാറക്കെട്ടിന്റെ ഇടയിലോട്ട് കൊണ്ട് അല്ലേ ഏതെങ്കിലും വിത്ത് വിതയ്ക്കുന്ന പോലെ. അസൂയയില്ലാത്തവരെ ആര് കാണുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ കർത്താവേ, അസൂയയിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കണമേ എന്ന് അല്ലേ പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കൈക്കൊള്ളും. എപ്പോഴും ദാവീദിന്റെ ഒരു പ്രാർത്ഥന, 51-ാം സങ്കീർത്തനത്തിലെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. ആ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വചനം കേൾക്കുമ്പോൾ അതിനെ തള്ളിക്കളയാതെ അതിനെ അനുസരിപ്പാൻ, അതെനിക്ക് ഗുണം വരുവാൻ, വിശ്വാസ ഉപകാരമായി വരുവാൻ, വിശ്വാസമായി പരിണമിപ്പാൻ, അത് അനുഗ്രഹമായി തീരുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ, എല്ലാ അഴുക്കും ദുഷ്ടതയും ചതിവും അസൂയയും ഒക്കെ നീക്കിക്കളഞ്ഞ് വചനം കൈക്കൊള്ളുവാൻ എന്നെ സഹായിക്കണം. അപ്പം ഒന്നാമത് സൗമ്യതയോടെ കൈക്കൊള്ളണം. 2, ഗെറ്റ് റിഡ് ഓഫ് ഓൾ മോറൽ ഫിൽത്ത് എന്നവർ. എല്ലാ അഴുക്കും എല്ലാ ദുഷ്ടതയും ചതിവും നീക്കിക്കളയണം. മൂന്നാമത് പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെയാണ് പറയുന്നത്. 23-ാമത്തെ വാക്യം, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ. ഇവിടെ മുഖം നോക്കുന്ന ഒരു കണ്ണാടിയോടാണ് ദൈവവചനത്തെ ഉപമിച്ചിരിക്കുന്നത്. എന്തിനാ നമ്മൾ കണ്ണാടി നോക്കുന്നത്? നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് ആകെ ഒന്ന് നമ്മളെ തന്നെ പരിശോധിക്കുക. ഒരിടത്ത് പാൻ ഇറങ്ങുമ്പം മുഖത്ത് വല്ല അഴുക്കിരിപ്പുണ്ടോ, തലമുടി ചീകിയതാണോ, അല്ലേ ഈ വസ്ത്രത്തെ വല്ല അഴുക്കുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുന്നത് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന. ഇവിടെ യാക്കോബ് അത് തന്നെയാ പറയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കേണ്ടത് എന്തിന്റെ മുന്നിൽ ചെന്ന? വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന്. എന്നാൽ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന, മുഖം കണ്ണാടി കണ്ടു, പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മുഖം എങ്ങനെയായിരുന്നു ഓർത്തിരിക്കുകയാണ്. അല്ല, നമ്മുടെ മുഖം ഇന്ന നമ്മൾ പിന്നെ വീണ്ടും കണ്ണാടി നോക്കുമ്പോഴോ ഒരു ഫോട്ടോ കാണുമ്പോഴോ ആണ് ഓർക്കുന്നത്. ഇപ്പം വചനം കേട്ട് ചെയ്യാത്തവൻ എന്താ ചെയ്യുന്നത്? ഈ കണ്ണാടി നോക്കി മുഖം മറന്നു പോകുന്നവനെ പോലെ തന്നെ മുഖത്ത് അഴുക്കിരുന്നു, അല്ലെ ഷർട്ടേ കറയുണ്ട്, അതും വെച്ചോണ്ടങ്ങ് അത് പിന്നെ അങ്ങ് മറന്നുപോയി. അപ്പൊ ഒരു സെൽഫ് എക്സാമിനേഷൻ, ഒരു സ്വയ പരിശോധന എപ്പോഴും വചനം കേൾക്കുമ്പോൾ വേണം. ഇത് കേൾക്കുമ്പോൾ കർത്താവേ, അവർക്ക് ഇതെങ്ങനായിരുന്നോ, അവരങ്ങനെ, ഇവരിങ്ങനെ, ഈ വചനം അവർക്കാന്ന് പറയാൻ എളുപ്പം. ഇത് ഇന്നാർക്ക് ഉള്ള വചനം, എനിക്കുള്ളതാന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുക. ഒരു സെൽഫ് എക്സാമിനേഷൻ. വചനം നന്മയ്ക്കായി തീരണമെങ്കിൽ വിശ്വാസത്തോടുകൂടെ അത് കൈക്കൊള്ളണം, സൗമ്യതയോടെ കൈക്കൊള്ളണം, എല്ലാ അഴുക്കും ദുഷ്ടതയും അസൂയയും എല്ലാം വിട്ടുകളഞ്ഞിട്ട് കൈക്കൊള്ളണം. 3, ഒരു സ്വയ പരിശോധന എപ്പോഴും വചനം കേൾക്കുമ്പോൾ നടത്തണം. ഇത് കുടത്തിന് പുറത്ത് വെള്ളം ഒഴിച്ച പോലെ, അല്ലെ ചേമ്പലയുടെ പുറത്ത് വെള്ളം ഒഴിച്ച പോലെയാണ് കൈക്കൊള്ളുന്നത്. ഇത് കേട്ടാൽ ഞാൻ പറഞ്ഞല്ലോ, ഫറവോൻ പറഞ്ഞ പോലെ പറയത്തില്ല,
എന്നാൽ ഇത് മുഴുവൻ അനുസരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പലപ്പോഴും പറയും. ഫറവോൻ പറയും, നിങ്ങളുടെ ദൈവത്തെ ഞാൻ എന്തിനാ അനുസരിക്കും? അങ്ങനെ നമ്മൾ പറയുന്നില്ലെങ്കിൽ ഇത് മുഴുവൻ അനുസരിക്കാൻ കഴിയുമോ? ഫറവോൻ പറഞ്ഞതിന്റെ അനന്തര ഫലം എന്നായിരുന്നു? ഫറവോൻ അങ്ങനെ പറഞ്ഞ് സ്വയം ഹൃദയം കഠിനമാക്കി. പിന്നെ നാം വായിക്കുന്നത് ദൈവം യഹോവ അവന്റെ ഹൃദയം കഠിനമാക്കി. പിന്നെ അവൻ ഈ അനർത്ഥം എല്ലാം അനുഭവിച്ച് അവസാനം ചെങ്കടലിൽ ഫറവോനെയും അവന്റെ സൈന്യവും നശിച്ചു പോകുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, വചനം കേട്ടിട്ട് നാം നശിച്ചു പോകുവാൻ ഒരിക്കലും രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെടുത്ത്, അത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുക. ദൈവത്തിന്റെ വചനമാണ് നമ്മെ രക്ഷയ്ക്ക്. അതുകൊണ്ടാണ് പള്ളികളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ദൈവവചനം പ്രസംഗിക്കണം. നാട്ടുകാര്യവും വീട്ടുകാര്യവും 100 കഥകളും അല്ലേ സാരോപദേശങ്ങളും ഒക്കെ നൽകിയാൽ ജനം രക്ഷിക്കപ്പെടുമെന്നോ വിശ്വാസത്തിലേക്ക് കടന്നു വരുമെന്നോ ഒരിക്കലും ചിന്തിപ്പാൻ ഒരിക്കലും ആരും ചിന്തിക്കരുത്. എത്ര കൗൺസിലിംഗ് നടത്തിയാലും ആരും രക്ഷപ്പെടത്തില്ല. ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയങ്ങളിൽ കൊടുത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ മേൽ പ്രവർത്തിക്കും. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നത് അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട്, യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ പുറത്തേക്കാണ് ദൈവത്തിന്റെ മഹത്വം പഴയ നിയമകാലത്ത് ഇറങ്ങി വന്നത്, കൃപാസനത്തിലേക്ക്. അപ്പൊ ആ നിയമപ്പെട്ടകത്തിന്റെ അകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദൈവവചനത്തിന്റെ കൽപ്പനകളായിരുന്നു, അല്ലേ? കൽപ്പനകൾ. അപ്പോ ദൈവവചനത്തിന്റെ മുകളിലേക്കാണ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നത്. നമ്മുടെ ഉള്ളിലും ആ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സാക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്കും ദൈവത്തിന്റെ ഷെക്കൈന ഗ്ലോറി, ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ വന്ന് ആവസിക്കും. ആ കൃപാസനം ഇന്ന് നമ്മുടെ മേലായിത്തീരും. ദൈവത്തിന്റെ മഹത്വം ദർശിപ്പാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3:16 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് റിച്ച്ലി ഡ്വെൽ ഇൻ യു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി യഥാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ നമ്മെ തന്നെ സൗമ്യതയോടെ, താഴ്മയോടെ, ഒരു സ്വയശോധനയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവയുടെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെ, അരിഷ്ടനും മനസ്സ് തകർന്നവരും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിൽ നാം വായിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തിന്റെ വചനം ഒന്ന് സ്വീകരിപ്പാൻ, ഇന്ന് നാം കേട്ട ദൈവത്തിന്റെ വചനം അങ്ങനെ ഒന്ന് സ്വീകരിപ്പാൻ നമുക്കിടയാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.